കാര്യങ്ങളും കേൾക്കാം. അയ്യോ പോലെ കുട്ടിയാണ് പറയുന്നതെന്ന് വിചാരിച്ച് ചാനൽ മാറ്റിപ്പോലെ. വലിയവർക്കും അറിയാനുള്ളതുണ്ട്. വാ, ഇന്ന് നമുക്കൊരു ഡാം വിസിറ്റ് ആയാലോ? അതെവിടെയാണ് എന്നല്ലേ? ദാ ഇവിടെ. യെസ്, പീച്ചി ഡാം. തൃശൂർ പാലക്കാട് NH റൂട്ടിൽ തൃശൂർ ടൗണിൽ നിന്നൊരു 12 കിലോമീറ്റേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ പട്ടിക്കാട് ബോർഡുള്ള ഒരു എക്സിറ്റ് കിട്ടും. ആ സർവീസ് റോഡിൽ കൂടെ കുറച്ച് വന്ന് റൈറ്റ് ടേൺ എടുത്ത് അണ്ടർപാസിൽ കൂടെ വന്നാൽ പീച്ചി റോഡായി. പാലക്കാട് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് പട്ടിക്കാട് ജംഗ്ഷനിലെത്തി ലെഫ്റ്റ്. പട്ടിക്കാടിൽ നിന്ന് ജസ്റ്റ് 7 കിലോമീറ്റേഴ്സ് ഒക്കെ പോയാൽ നമ്മുടെ സ്പോട്ട് എത്തി. അങ്ങനെ KFRI ക്യാമ്പസ് എത്തി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള വനഗവേഷണ സ്ഥാപനം. എവിടെ ഇത് സമ്മർ ടൈമിൽ വന്നാലും നല്ല കൂൾ ഫീലിംഗാ. ചുറ്റും മരങ്ങളല്ലേ, അതായിരിക്കും. അങ്ങനെ എൻട്രൻസ് എത്തി. എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? പീച്ചി ഡാം ആൻഡ് കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, KERI. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്, പറയാം ഞാൻ. എത്തിപ്പോയി. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ തന്നെ ഒരു ടോയ്ലറ്റ് ഏരിയ ഉണ്ട്. ബസ്സൊക്കെ ഇവിടെ വരെ വരും. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്നും ബസ് കിട്ടും. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് നടന്നാൽ ഡാം എത്തി. ഇവിടെ നിന്ന് ഓരോ പ്ലേസിൽ ചില ഡിസ്റ്റൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഡാം ഏരിയയുടെ ഒരു പെയിന്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പറ്റാണെങ്കിൽ ഒന്ന് നോക്കി വെച്ചോ. ലൊക്കേഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് റേറ്റ് 5 to 11 years 10 rupees, 12 years and above 20 rupees. Morning 8 to evening 6:30 വരെയാണ് വിസിറ്റിംഗ് ടൈം. എൻട്രി 6 PM വരെ. ഈ ഡാം കമ്മീഷൻ ചെയ്തത് 1957-ലാണ്. ഇതാണ് മണലി പുഴ. മണലി പുഴ ക്രോസ് ആയിട്ടാണ് ഈ ഗ്രാവിറ്റി ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഗ്രാവിറ്റി ഡാം എന്ന് വെച്ചാൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ കല്ലൊക്കെ വെച്ചിട്ടാവും ഉണ്ടാക്കുക. അതിലത്തെ മെറ്റീരിയൽസിന്റെ വെയിറ്റ് കൊണ്ടാണ് വെള്ളത്തിന്റെ പ്രഷറിനെ ബ്ലോക്ക് ചെയ്യുക. ഇവിടെ LBMC എമർജൻസി ഷട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. LBMC എന്ന് വെച്ചാൽ ലെഫ്റ്റ് ബാങ്ക് മെയിൻ കനാൽ. ഡാമിന്റെ മെയിൻ പേർപ്പസ് ഇറിഗേഷൻ ആണ്. അതിനായി കനാലിൽ കൂടെ വെള്ളം വിടും. ഡാമിൽ വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ ഏരിയ ആണ് റിസർവോയർ. ഒരു 3200 ഏക്കർ ഏരിയയിൽ നിന്നുള്ള വാട്ടറാണ്. ആഹാ, ഇവിടെ കാം ആൻഡ് ക്വൈറ്റ് ആയ വാട്ടർ ആണെങ്കിൽ അപ്പുറത്ത് നല്ല ഫോഴ്സിൽ പുഴയിലേക്ക് വെള്ളം മുഴുകുന്ന കാഴ്ച. ആ ബ്ലോക്സ് കണ്ടോ? അത് ഈ വാട്ടർ ഫ്ലോന്റെ
എനർജി കുറച്ചാൻ വെച്ചേക്കുന്നതാ. ബഫൽ ബ്ലോക്സ് അങ്ങനെ എന്തോ പറയും. ഈ ചെയിൻ മെക്കാനിസം യൂസ് ചെയ്ത് വെർട്ടിക്കലായി ഓപ്പൺ ആക്കുന്ന ഷട്ടറാണ്. ആ കാണുന്ന ഐറ്റം കണ്ടോ? ഒരു ബ്രിഡ്ജ് പോലെയുള്ളത്. അതാണ് ഫ്ലോട്ടിംഗ് ഇൻടേക്ക് സിസ്റ്റം. റിസർവോയറിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വെള്ളമെടുക്കാനാണ് ഈ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പമ്പ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ മെയിൻ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഇവിടെ നിന്നാണല്ലോ. മുമ്പ് ഇടയ്ക്കൊക്കെ ഈ സപ്ലൈയിൽ കലങ്ങിയ വെള്ളം വരാറുണ്ട്. സമ്മർ ടൈമിലൊക്കെ റിസർവോറിന്റെ താഴെ നിന്ന് വെള്ളം എടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചെളിയും അയൺ കോണ്ടന്റും ഒക്കെയായി കലങ്ങിയ വെള്ളമാണ് കിട്ടിയിരുന്നത്. ഇതുപോലെ ക്ലിയർ വാട്ടർ മുകളിൽ നിന്ന് കളക്ട് ചെയ്യാലോ. ഇവിടെ ഇത് മാത്രല്ല, ഗാർഡൻ ഉണ്ട്, കുട്ടികൾക്കൊക്കെ കളിച്ചാൻ പാർക്കുണ്ട്. അത് 3 ലെവലിലുണ്ട്. പിന്നെ നക്ഷത്ര ബംഗളോ, വാച്ച് ടവർ, പവിലിയൻ എന്നൊക്കെ വിളിക്കും. എന്ത് വിളിച്ചാലും ശരി, അതിന്റെ മുകളിൽ നിന്നുള്ള 360 വ്യൂ. ഹോ എന്റെ സാറേ, ചുറ്റുള്ളതൊക്കെ കാണാൻ പറ്റും. സൂപ്പർ സൂപ്പർ. ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് ഹാൻഡ് റീൽസ് ഒക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പില്ലേഴ്സ് ഒക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. മുമ്പ് ഇവിടെ വന്നിരുന്ന ചിലരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പേരെഴുതി വെച്ചുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അല്ല, നിർബന്ധവും ഇല്ല. ചില ആംഗിളിൽ കൂടെ നോക്കുമ്പോ ഇത്ര വലിയ സംഭവമോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് തോന്നും. എന്നാ പലപ്പോഴും പല കാര്യങ്ങളും ആംഗിളൊന്നും മാറ്റിപ്പിടിച്ച് നോക്കിയാൽ നിസ്സാരം. ദാ ഇതുപോലെ. ഇനി കുറച്ച് കഷ്ടപ്പെട്ടാണ് കേറിയതെങ്കിലും ശരി, കേറിയത് വേസ്റ്റ് ആവില്ല. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ കാഴ്ച നിങ്ങൾക്ക് കിട്ടും. ആ കാണുന്നതാണ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. റിസർവോയറിലെ റോ വാട്ടർ അവിടെ പ്യൂരിഫൈ ചെയ്യും. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ ഫ്ലോട്ടിംഗ് ഇൻടേക്ക് സിസ്റ്റം. ആഹാ, നല്ലൊരു വൈബാണ് നമുക്കിവിടെ വന്നാൽ കിട്ടുന്നത്. അത് വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് എത്ര മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. കൂടുതൽ കാറ്റുള്ളപ്പോ ഈ കുട പിടിച്ചിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട. കുട പറക്കും, കൂടെ ചിലപ്പോ നമ്മളും. ഇതിന് താഴെ ഒരു ലെവലുണ്ട്. അവിടെ നിന്നും
നമുക്ക് ഈ വ്യൂ എൻജോയ് ചെയ്യാം. ഇത്ര ഹൈറ്റിൽ കയറാൻ പേടിയാണ്, അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻസ് കാരണം കയറാൻ പറ്റാത്തവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ആ ലെവലിൽ നിന്നായാലും നല്ല വ്യൂ എൻജോയ് ചെയ്യാം. ഇനി ഒരു നേച്ചർ വോക്ക് ആയാലോ? പള്ളിയുടെ സൈഡിൽ കൂടെ ഒരു walkway ഉണ്ട്. അതങ്ങനെ ചുറ്റി തിരിച്ച് ഡാം ടോപ്പ് ലെവലിലേക്ക് തന്നെ എത്തും. പല ടൈപ്പ് മരങ്ങളും ചെടികളും ഒക്കെ കണ്ട് കിളികളുടെ ഒക്കെ സൗണ്ട് കേട്ട് റിസർവോറിന്റെ സൈഡിൽ കൂടി അങ്ങനെ ആ ഫീലൊക്കെ എൻജോയ് ചെയ്ത് ഒരു ചെറിയ വോക്ക്. കുറച്ച് ചെന്നപ്പോ വഴി രണ്ടായി സ്പ്ലിറ്റായി. ലെഫ്റ്റിലാണെന്നൊരു ഡൗട്ട് തോന്നിയെങ്കിലും റൈറ്റ് സൈഡിൽ എന്താണെന്നറിയാൻ ജസ്റ്റ് ഒന്നും നടന്നു നോക്കി. അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്തോ ബിൽഡിംഗ് ആയിരുന്നു. പെർമിഷൻ ഇല്ലാതെ കിടക്കുന്നവർക്ക് പണിഷ്മെന്റ് കിട്ടും. നോ എൻട്രി ആണ്. ഇതെല്ലാം പീച്ചി-വാഴാനി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. അപ്പൊ നമുക്ക് അപ്പുറത്ത വഴിയിൽ കൂടെ പോവാം. ഇത് വന്ന വഴി, ഇത് പോകേണ്ട വഴി. മരത്തിന്റെ വള്ളികളിലൊക്കെ ഊഞ്ഞാലാടാം. ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ അല്ല എയറൊക്കെ ബ്രീത്ത് ചെയ്യാന്നേ. ഓക്സിജൻ ഒക്കെ ലാവിഷ് അല്ലേ? കുട്ടികളെയും കൊണ്ട് സ്ഥിരം ഷോപ്പിംഗ് മോളിലൊക്കെ പോകുന്നവരാണെങ്കിലും ശരി, ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലും വരണം. നേച്ചറൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം. അങ്ങനെ ആ വഴി വന്ന് തിരിച്ച് ഡാം സൈഡിലേക്ക് തന്നെ എത്തി. അത് നമ്മൾ വന്ന വഴി. ഇത് താഴെ ഗാർഡനിലും പ്ലേ ഏരിയയിലും ഉള്ളതാ. ഇത് ടോപ്പ് ലെവലിലെ പ്ലേ ഏരിയ. ഗാർഡനും ഡാം വ്യൂവും ഒക്കെയായി നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ലക്ടേഷൻ റൂം ടോപ്പ് ലെവലിൽ തന്നെ ഉണ്ട്. അമ്മമാർക്കൊക്കെ ബേബീസിന് പാല് കൊടുക്കാനായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാം. ഡാം ടോപ്പിൽ വേറെ ഷെയ്ഡിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഡാം സൈറ്റ് ആണെങ്കിൽ കൂടി ആവശ്യത്തിന് ട്രീസ് എല്ലാം പ്രിസർവ് ചെയ്തിരിക്കുന്ന കാരണം ട്രീസ് തന്നെ നല്ല ഷെയ്ഡ് തരും. ഏത് വഴി പോണം എന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ ആവണ്ട. ഡയറക്ഷൻ ബോർഡ്സ് എല്ലാം ഉണ്ട്. മലയാളമാണ്. ഇവിടെ തന്നെ ഷോപ്പും ഉണ്ട്. ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും.
ഇനി നമുക്ക് താഴേക്ക് പോവാം. ഇവിടെയും ഉണ്ട് ഒരു പ്ലേ ഏരിയ. ആ ലെവലിൽ നിന്ന് നമ്മൾ വീണ്ടും താഴത്തേക്കിറങ്ങി. ഈ ലെവലിലും ഉണ്ട് പ്ലേ ഏരിയ. നല്ലൊരു റെക്രിയേഷണൽ ഏരിയ ആണിത്. നല്ല വ്യൂ പോയിന്റും ആണ്. ഇവിടെ നിന്ന് നല്ല വ്യൂ കിട്ടണ പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ചുരുക്കാനും നിവർത്താനും പറ്റാത്ത ചില കുടകളുണ്ട്. എന്നാലും അതിന്റെ അടിയിൽ മഴയും വെയിലൊന്നും കൊള്ളാതിരുന്ന് ഈ വ്യൂ എൻജോയ് ചെയ്യാം. ആ നേരെ മുകളിലേക്കുള്ള വഴി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഏറ്റവും ടോപ്പിലുള്ള ഊഞ്ഞാൽ ഏരിയയിൽ എത്തും. റൈറ്റിലേക്കുള്ള വഴി ആ സെക്കൻഡ് പ്ലേ ഏരിയയിലേക്കുള്ളതാ. പിന്നെ താഴോട്ടുള്ള വഴി അത് ഗാർഡനായിരിക്കും. ഇത് ഗാർഡന്റെ തന്നെ ഒരു എൻഡിലേക്ക് എത്തുന്ന ഒരു walkway ആണ്. ഇപ്പൊ ഓപ്പൺ അല്ല. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നാൽ KSEBയുടെ ചെറിയൊരു പവർ ഹൗസ് കാണാം. കുറച്ച് ഇലക്ട്രിസിറ്റിയെ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. കേരളത്തിൽ തന്നെ ഏറ്റവും കുറവാണെന്ന് തോന്നുന്നു. ഇതാണ് ഡാമിന്റെ റൈറ്റ് ബാങ്ക് കനാൽ. ഇപ്പൊ കനാൽ തിരിച്ച് വെള്ളം തുറന്നു വിട്ടിട്ടില്ല. November to March പീരീഡിലാണ് മിക്കവാറും തുറന്നു വിടാറ്. അങ്ങനെ ഗാർഡനിലെത്തി. വെറും ഗാർഡൻ അല്ല ഇത്, ഓർമ്മകൾ ഉറങ്ങുന്ന ഗാർഡൻ എന്നൊക്കെ വേണമെങ്കിൽ പോയറ്റിക്കായി പറയാം. ഒരു 60 years മുമ്പ് ഷൂട്ട് ചെയ്ത മലയാളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ഉണ്ട്, ഡോക്ടർ. അതിൽ ആക്ടേഴ്സ് സത്യൻ ആൻഡ് ഷീല പെർഫോം ചെയ്ത ഒരു ഹിറ്റ് സോങ് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. കൽപ്പനയാകും യമുന നദിയുടെ അക്കരെ 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 അക്കരെ. നടന്നും ഇരുന്നും ഒക്കെ ഈ വ്യൂ കാണുന്ന പോരാഞ്ഞിട്ട് വേണമെങ്കിൽ കിടന്നും കാണാം. ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിലാ. ഹോ, എന്തൊക്കെ സൗകര്യങ്ങളാ അല്ലേ. പീച്ചി ഡാമിന്റെ കാഴ്ചകൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഒന്നും അറിയാണ്ട് ചെല്ലുമ്പോഴായിരിക്കും ഒരു രസം. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ കുറച്ച് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ അറിഞ്ഞു ചെല്ലുമ്പോഴാണ് ബെറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവുക. കുറെ വർഷങ്ങളായി ഇവിടെയുള്ള ഫൗണ്ടൻ ഇപ്പോൾ ഗാർഡ് റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആരും പെട്ടെന്ന് ഇതിന്റെ മുകളിൽ കയറാണ്ടിരിക്കാനാവും. എന്തായാലും ഒരു 60 വർഷം മുമ്പ് നമ്മുടെ സത്യമാഷും ശീലാമ്മയും ഇതിന്റെ മുകളിൽ കയറി.
കണ്ടോ, ഇതേതാ സ്ഥലം തൂങ്ങിപ്പോവും. കാണാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അഞ്ചൊക്കെ ബ്യൂട്ടി എൻജോയ് ചെയ്യാനുള്ള മൈൻഡും കൂടി സെറ്റ് ആക്കണം. അത്രേ ഉള്ളൂ. ആരാത്? ഈ ഓസ്ട്രേലിയക്കാരന് വരെ കാര്യം മനസ്സിലായി. കാഴ്ചകൾ ഇനിയുമുണ്ട്. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അല്ലേ കാങ്കരു? So, see you later. See you soon.